നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, ജീവിതശൈലി ഇവ മാത്രമല്ല നിങ്ങളുടെ ഹോർമോണുകളെ സ്വാധീനിക്കുന്നതെന്ന്? നിങ്ങളുടെ ശരീരപ്രകൃതി കൂടി ഹോർമോണിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഒരാൾക്കിണങ്ങുന്ന ഡയറ്റ് മറ്റൊരാൾക്ക് രോഗദായകമാകുന്നത്. അതെ, അത് നിങ്ങളുടെ ശരീരത്തിലെ ദോഷങ്ങളുടെ ഇംബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഷോക്കിംഗ് ന്യൂസ് അതല്ല. ഹോർമോണൽ ഇംബാലൻസ് പുരുഷന്മാരെക്കാളും സ്ത്രീകളെ കൂടുതലായി ബാധിക്കുന്നു. അത് നിമിത്തം മൂഡ് സ്വിങ്സ്, ഇറഗുലർ സൈക്കിൾസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, തൈറോയ്ഡ് രോഗങ്ങൾ മുതൽ വന്ധ്യതയ്ക്ക് വരെ കാരണമാകുന്നു. ആയുർവേദ ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വാതദോഷത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഇറഗുലർ പീരിയഡ്സ്, ആൻസൈറ്റി, ഉറക്കക്കുറവ് എന്നിങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാം. അതുപോലെ പിത്തദോഷത്തിലെ വ്യതിയാന നിമിത്തം അമിതമായ മുഖക്കുരു, ഹോട്ട് ഫ്ലാഷസ്, മെൻസ്ട്രൽ ഹെവി ബ്ലീഡിംഗ്, കഠിനമായ കോപം, പല വിധത്തിലുള്ള ഇൻഫ്ലമേഷനുകൾ എന്നിവയ്ക്ക് കാരണമാകും. കഫദോഷത്തിലെ വ്യതിയാനം അമിതവണ്ണം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ്, PCOS, ലോ എനർജി എന്നിവ ഉണ്ടാകുന്നു. ആയുർവേദം അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് മോഡേൺ സയൻസ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഹോർമോണുകൾ നമ്മളുടെ മെറ്റബോളിസത്തിനനുസരിച്ച് വളരെ വ്യത്യസ്തമായ ഓരോന്നിനോടും, അതായത് സ്ട്രെസ്സ്, ഫുഡ്, നമ്മുടെ ജീവിതചര്യകൾ എന്നിവയോടെല്ലാം പ്രതികരിക്കുന്നത്. ഇതിനുവേണ്ടി ആയുർവേദത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ആയുർവേദം എല്ലാവർക്കും വ്യക്തി അധിഷ്ഠിതമായ, അതായത് പേഴ്സണൽ ബ്ലൂ പ്രിൻ്റാണ് നൽകുന്നത്. അതിൽ ദോഷാനുസൃതമായ ഭക്ഷണം, നമ്മുടെ ബോഡി ക്ലോക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഡെയിലി റുട്ടീൻസ്, ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കാത്ത എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്ന ഔഷധങ്ങൾ, പിന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, അതുവഴി നമുക്ക് നമ്മുടെ ഹോർമോണുകളെ നാച്ചുറലി സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ദോഷങ്ങളെ സമാവസ്ഥയിൽ കൊണ്ടുവരിക വഴി ഹോർമോണുകളെ സുഖപ്പെടുത്താൻ സാധിക്കുന്നു. അതുവഴി കൂടുതൽ എനർജി, ബാലൻസ്, ജോയ് എന്നിവ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷപൂർണ്ണമാക്കട്ടെ. True healing begins with understanding yourself.